പ്രിയപ്പെട്ടവരെ, നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കാലത്തും മനുഷ്യന് ആകാംക്ഷയും അറിയാനുള്ള ആഗ്രഹവും ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് മരണശേഷം എന്ത് സംഭവിക്കും, ആത്മാവ് എന്നൊന്ന് ഉണ്ടോ, ആത്മാവ് എവിടേക്കാണ് പോകുന്നത്, സ്വർഗം നരകം ഇവയൊക്കെ ഉണ്ടോ? ഇത്തരം കാര്യങ്ങൾ എല്ലാ കാലത്തും മനുഷ്യനിൽ ആകാംക്ഷ ഉണ്ടാക്കിയിട്ടുള്ള വിഷയങ്ങളാണ്. മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക, മരണശേഷം മരണം എന്ന അവസ്ഥ എന്താണ്, ഇതിനെയൊക്കെ പറ്റി ശാസ്ത്രലോകം, സയൻസ് കൃത്യമായിട്ട് സയൻസിൻ്റേതായിട്ടുള്ള വിഷൻ, കാഴ്ചപ്പാട് ശാസ്ത്ര രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് മരണശേഷം എന്താണ് സംഭവിക്കുക എന്നുള്ളത് നിരവധിയായിട്ടുള്ള മതഗ്രന്ഥങ്ങളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അതിൽ ഹിന്ദുക്കളുടെ ഒരു സവിശേഷമായിട്ടുള്ള പ്രത്യേകതകളുള്ള ഗരുഡ പുരാണം, ആ ഗരുഡ പുരാണത്തിൽ ഈ മരണത്തെ സംബന്ധിച്ചിട്ട്, മരണശേഷമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് വിശദമായിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗരുഡ പുരാണത്തിൽ മരണത്തെക്കുറിച്ചിട്ട്, മരണത്തിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ചിട്ട് എന്താണ് പറയുന്നത് എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ പറയട്ടെ, ഗരുഡ പുരാണം പൂർണ്ണമായും മരണത്തെക്കുറിച്ചോ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചോ പറയുന്ന ഒരു ഗ്രന്ഥമല്ല. അതിൽ ധർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്, യോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ധ്യാനത്തെ കുറിച്ച് പറയുന്നുണ്ട്, അതേപോലെ തന്നെ മോക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഗരുഡ പുരാണത്തിൽ പ്രേതകൽപ്പം എന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തിലാണ് മരണത്തിന് ശേഷമുള്ള ആത്മാവിൻ്റെ സഞ്ചാരത്തെപ്പറ്റി, മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നത്. ഗരുഡ പുരാണം പറയുന്നത് മരണശേഷം ശരീരം മാത്രമാണ് നശിക്കുന്നത്, ആത്മാവ് നശിക്കുന്നില്ല. മരണശേഷം ആത്മാവ് മറ്റൊരു യാത്ര ആരംഭിക്കുന്നു. ഈ യാത്രയിൽ നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള പ്രവർത്തികളുടെ ഫലം, കർമ്മത്തിൻ്റെ ഫലമാണ് ഈ യാത്രയിൽ ആത്മാവിന് തുണയായിട്ട് വരിക എന്ന് ഗരുഡ പുരാണം പറയുന്നു. ഗരുഡ പുരാണം പറയുന്നത് പാപകർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളെ യമദൂതന്മാർ വന്ന് കൊണ്ടുപോകും എന്നാണ്. അതേപോലെ തന്നെ ധാർമ്മിക ജീവിതം നയിച്ച ആളുകളെ, അവരെ ദിവ്യദൂതന്മാർ വന്ന് കൂട്ടിക്കൊണ്ടു പോകും എന്ന് ചില വൈഷ്ണവ പാരമ്പര്യങ്ങളിൽ പറയുന്നു. ഇവിടെ എല്ലാം തന്നെ പറയുന്നത് മരണം എന്നത് അവസാനമല്ല എന്നുള്ളതാണ്. മരണത്തിന് ശേഷമുള്ള ആദ്യത്തെ 10 ദിവസങ്ങൾ ഗരുഡ പുരാണം വലിയ പ്രാധാന്യം നൽകുന്നു. ഈ 10 ദിവസത്തിനുള്ളിൽ ബന്ധുക്കൾ നടത്തുന്ന പിണ്ടദാനം, അതേപോലെയുള്ള കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ ആത്മാവിൻ്റെ മുന്നോട്ടുള്ള യാത്രയെ സഹായിക്കും എന്നാണ് ഗരുഡ പുരാണം പറയുന്നത്. അതുകൊണ്ടാണ് മരണശേഷമുള്ള ഈ ദിവസങ്ങൾ ഹിന്ദു ആചാരപ്രകാരം വളരെ പ്രാധാന്യമുള്ളതായിട്ട് കണക്കാക്കുന്നത്. മരണശേഷം നിർദ്ദിഷ്ടമായിട്ടുള്ള യഥാവിധിയുള്ള ശ്രാദ്ധകർമ്മങ്ങൾ അത് പൂർത്തിയാകുന്നത് വരെ ആത്മാവ് പ്രേതാവസ്ഥയിൽ തുടരുന്നു എന്നാണ് ഗരുഡ പുരാണം പറയുന്നത്. ഈ കാലയളവിൽ ആത്മാവ് തൻ്റെ പഴയ ശരീരത്തോടുള്ള ബന്ധം പൂർണ്ണമായിട്ടും വിച്ഛേദിച്ചിട്ടില്ല എന്നും ഗരുഡ പുരാണം പറയുന്നു. യഥാവിധിയുള്ള കർമ്മങ്ങളെല്ലാം പൂർത്തിയായതിനു ശേഷം ആത്മാവ് യമലോകത്തേക്ക് യാത്ര തിരിക്കുന്നു എന്ന് ഗരുഡ പുരാണം പറയുന്നു. ഈ യാത്ര വളരെ ദൈർഘ്യമേറിയതും കഠിനവുമായിരിക്കും എന്നും ഗരുഡ പുരാണം പറയുന്നു. ഈ യാത്രയിൽ ഒട്ടേറെ ഭയാനകമായിട്ടുള്ള അനുഭവങ്ങൾ, ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും എന്നും ഗരുഡ പുരാണം പറയുന്നു. ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്, ആ മാർഗം കടക്കുക എന്നുള്ളതാണ് വൈതരണി നദി. ഈ വൈതരണി നദി കടക്കുക വലിയ പ്രയാസമാണെന്ന് ഗരുഡ പുരാണം പറയുന്നു. പാപികൾക്ക്, പാപം ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ വൈതരണി നദി കടക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അതേസമയം ധർമ്മനിഷ്ഠമായി ജീവിച്ചിട്ടുള്ളവർക്കും ദാനധർമാദികൾ നടത്തിയിട്ടുള്ള ആളുകൾക്കും ഈ നദി വളരെ എളുപ്പത്തിൽ കടക്കാൻ സാധിക്കും എന്നും ഗരുഡ പുരാണം പറയുന്നു. ഗരുഡ പുരാണത്തിൽ ഈ വൈതരണി നദിയെക്കുറിച്ചിട്ട് വിശദമായിട്ടുള്ള പ്രതിപാദ്യം ഉണ്ട്. മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള
പാപങ്ങളുടെയും പുണ്യങ്ങളുടെയും എല്ലാ പ്രവൃത്തികളുടെയും കൃത്യമായ കണക്ക് ചിത്രഗുപ്തൻ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ഗരുഡ പുരാണത്തിൽ പറയുന്നത്. ഇവിടെ ഒന്നും മറച്ചു വെച്ചിട്ടില്ല, മറയ്ക്കപ്പെട്ടിട്ടില്ല. മനുഷ്യൻ ഭൂമിയിൽ ചെയ്ത ഒരാൾ ഭൂമിയിൽ ജീവിച്ച കാലയളവിൽ ചെയ്തിട്ടുള്ള എല്ലാ പ്രവൃത്തിയുടെയും കണക്ക് ഈ പുസ്തകത്തിൽ ഉണ്ട്, ഈ ചിത്രഗുപ്തൻ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ഗരുഡ പുരാണം പറയുന്നത്. ചിത്രഗുപ്തന്റെ കണക്കിന്റെ അടിസ്ഥാനത്തിൽ യമധർമ്മൻ വിധി പ്രഖ്യാപിക്കുന്നു. ആ വിധി എന്ന് പറയുന്നത് ഭൂമിയിൽ നമ്മൾ ജീവിച്ച കാലയളവിലെ പ്രവൃത്തികളുടെ പുണ്യപാപത്തിൻ്റെ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് യമധർമ്മൻ ഈ വിധി പ്രഖ്യാപിക്കുന്നത് എന്ന് ഗരുഡ പുരാണം പറയുന്നു. ഗരുഡ പുരാണത്തിൽ നിരവധിയായിട്ടുള്ള നരകങ്ങളെ സംബന്ധിച്ചിട്ട് കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. ഈ ഓരോ നരകങ്ങളും ഓരോ ഫലത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. നിരപരാധികളെ ഉപദ്രവിക്കുക, കൊല, മോഷണം, അതേപോലെ തന്നെ ചതി, വഞ്ചന, ഇങ്ങനെ ഓരോ കൃത്യങ്ങൾക്കും ഓരോ നരകമാണ് വിധിച്ചിട്ടുള്ളത്. ഇതിനെ സംബന്ധിക്കുന്ന കൃത്യമായിട്ടുള്ള വിവരണം ഗരുഡ പുരാണത്തിൽ നൽകുന്നുണ്ട്. ധർമ്മം പാലിച്ച് ജീവിച്ചവർ, സത്യം പറഞ്ഞവർ, ഈശ്വരനെ സ്മരിച്ചവർ, ദാനധർമാദികൾ നടത്തിയവർ, ഇവർക്കൊക്കെ സ്വർഗം ലഭിക്കും എന്നും ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട്. സ്വർഗമോ നരകമോ യഥാവിധി അനുഭവിച്ചതിന് ശേഷം ആത്മാവ് വീണ്ടും പുതിയ ജന്മം എടുക്കുന്നു എന്ന് ഗരുഡ പുരാണം പറയുന്നു. ഈ പുതിയ ജന്മം എന്ന് പറയുന്നത് അയാളുടെ മുജ്ജന്മത്തിലെ കർമ്മവാസനകൾക്ക്, കർമ്മഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾക്ക് പുതിയ ജന്മം കിട്ടുക എന്നും ഗരുഡ പുരാണം പറയുന്നു. ഗരുഡ പുരാണത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം നരകത്തെക്കുറിച്ചിട്ടുള്ള ഭയം ജനങ്ങളിൽ സൃഷ്ടിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഈശ്വരസ്മരണ, സത്യം പറയൽ, സഹജീവികളെ സ്നേഹിക്കൽ, ഇങ്ങനെയുള്ള ധർമ്മനിഷ്ഠമായിട്ടുള്ള ജീവിതം, ആ ജീവിതം ഒരു മനുഷ്യൻ ജീവിക്കണം എന്ന് കൃത്യമായിട്ടുള്ള ഒരു ദിശ നൽകുകയാണ് വാസ്തവത്തിൽ ഗരുഡ പുരാണം ചെയ്യുന്നത്. ഗരുഡ പുരാണം മരണത്തെ ഭയപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമല്ല, മറിച്ച് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ചെയ്യുന്ന പ്രവർത്തികൾ, അത് സത്പ്രവർത്തികൾ, ധാർമ്മികമായിട്ടുള്ള ജീവിതം, ഇങ്ങനെ നമ്മൾ ജീവിക്കണമെന്നും ഓരോ പ്രവൃത്തിക്കും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിൻ്റേതായിട്ടുള്ള ഫലം ഉണ്ടെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് ഗരുഡ പുരാണം. അതിനകത്ത് പ്രേതകൽപ്പം എന്ന് പറയുന്ന ഭാഗത്താണ് ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രതിപാദ്യം ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ദാനധർമാദികൾ നടത്തി ധർമ്മിഷ്ഠമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചാൽ നമ്മൾക്കതിൽ നിന്ന് കിട്ടുന്ന ഫലവും നല്ലതായിരിക്കും എന്ന് ഗരുഡ പുരാണം സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള അറിവുകൾക്കായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.